ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്ന ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. വീഡിയോ എന്നാ ഇടാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ എൻ്റെ വകര് ഹാപ്പി വിഷു പറഞ്ഞിട്ടുണ്ട്. അപ്പം വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയതിൻ്റെ ചെറിയ ഷോർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. ഫുള്ളായിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാമെന്നാണ് കേട്ടോ പ്ലാൻ ഉള്ളത്. അപ്പം എന്തായാലും എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ പോയി കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് മാർച്ച് 31 കേട്ടോ. ഈ 31 മുതലേ ഞങ്ങൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പടക്കത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഏട്ടൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ അട്ടിക്ക് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. കുറേ സാധനങ്ങളുണ്ട്. അച്ഛൻ്റെ വക പടക്കാണിത്. നമ്മൾ ഇട്ടാവട്ടി ഫസ്റ്റത്തെ ആഘോഷം തുടങ്ങാണ്. ഇന്നത്തോടു കൂടി നമ്മളെ വീട്ടിലെ ആഘോഷം തുടങ്ങാണ്. ഫസ്റ്റ് പൂത്തിരി തീരാത്ത പൂത്തിരി, അതായത് വലിയ പൂത്തിരിയാണ് അപ്പുറം കഴിഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, ഞാൻ അരി വറുക്കാൻ പോവാണ് ഗൈസ്. കമോൺ അരി വറുക്കാൻ പോവാണ്. പൂത്തിരി കൊണ്ട് കത്ത നോക്കി അറിയൂട്ടോ. എല്ലാ ധൈര്യവും ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് സ്ലോയാ നിങ്ങളെ മരത്തല വെച്ചിട്ടാ ഭയങ്കര സ്ലോവാ. വേറെ പോയി കുട്ടിയെ സത്യം മതി. എന്താ ഇന്ത്യന്ന് പോകുന്നാല് ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പീകോക്ക് ഫെദർ എന്നാണ് പേര്. മയിൽപ്പീലി പോലെയാണ് കേട്ടോ അതിൻ്റെ ടെക്സ്ചർ വരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് അവിടെ ഫ്ലാഷ് അടിച്ചാൽ മതി. ഫ്ലാഷ് ഓഫ് ആക്കാൻ മറന്നു. ആദ്യം കുറച്ച് വെക്കും, ഞാൻ ഒന്ന് കത്തിച്ചു തരാം.
അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസമായിട്ടോ നമ്മൾ കണിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഇപ്രാവശ്യം എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കൊടുത്തു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അച്ഛൻ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. പിന്നെ ഞാനൊരു പുലർച്ചെ 3:30 എണീറ്റു വന്ന് കണിയൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് പിന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനെ കൊണ്ടുവരികയാണ്, ഫസ്റ്റ് തന്നെ ഏട്ടനെ കൊണ്ടുവരികയാണ്. അപ്പം ഇങ്ങനെ മെല്ലെ 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 സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് കണിയൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ നമ്മളെ നാത്തൂന്മാരെ വിളിക്കാൻ പോകട്ടോ. ഒരുപാട് മുകളിലുണ്ട്, ഓരെ വിളിച്ചോണ്ടിരാൻ പോവാം. ഓക്കെ, അവിടെ നിരന്നോ, അടന്നോ അടന്നോ. ആയിക്കോട്ടെ കേട്ടോ. Guys, next the time for the padakam pottikal and പൂത്തിരി കത്തിക്കൽ. So let's start and let's enjoy the Vishu. ഇനി വരുന്നതൊക്കെ എങ്ങനെയുണ്ട് കണി? അടിപൊളിയാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു മാത്രല്ല, പൊന്നൂന്റെ ബർത്ത്ഡേയും കൂടെയാണ്, അതും 18ാമത്തെ ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. മിഠായി വരും വരും. അപ്പൊ എല്ലാരും പൊന്നൂന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാട്ടോ. എല്ലാരും കേട്ടോ. പറ്റിയില്ലല്ലോ. അത് നോക്കിട്ട് കത്തിച്ചോടി. ഇതാ ഇതിന്റെ ചെറുതല്ല നമ്മള് കത്തിക്കല്. കറക്റ്റാവാന്നാണോ വാട്ടർ വരും. കുഞ്ഞോളെ കാണൂല, ഫുള്ള് ഇതും ഇത് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ അമ്പലത്തിൽ പോവാനുണ്ട്. ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോണത്. ഇപ്പൊ തന്നെ സമയം 7:30 ആയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കുന്നത് നേരത്തെയാണ് അമ്പലത്തിൽ പോണത്. ആൺപ്രജകളാണ് ചോറ് ഫുള്ള് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗത്ത് കടുക്കുകയേ വേണ്ട. സോ ഞങ്ങൾ നല്ല സ്വസ്ഥായിട്ട് അമ്പലത്തിൽ പോയി വരാൻ വേണ്ടി പോവാട്ടോ. വരുമ്പോ പള്ളറിഞ്ഞില്ലെങ്കിലായി. ഫോട്ടോ
അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ട് അമ്പലത്തിൽ ഉപ്പുമാവും ചായ ഉണ്ടായിരുന്നു, അത് കുടിച്ചു. നേരെ ഞങ്ങളിനി പോരാണ്. നേരെ വൈകിയാൽ ഇനി ചീത്ത പറയുമോയെന്ന് അറിയില്ല. സമയം ഒരു 9 മണി, ഇപ്പം തന്നെ 9 മണിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോൾ ലേറ്റ് ആവും. പിന്നെ വന്നപ്പോഴേക്കും ഇവിടെ പായസത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പായസം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ, തറവാട്ടിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ നല്ല ആഘോഷം തന്നെയാണേ. അപ്പോൾ തറവാട്ടിൽ നേരെ വീട്ടിലിറങ്ങിയ ഡ്രസ്സൊക്കെ മാറ്റി ഒരു നെയ്യപ്പൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ഇതേ ഇവിടെ കപ്സയ്ക്കുള്ള ചിക്കൻ ഫ്രൈക്കുള്ള ഫുൾ സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ റൈസ് ഉണ്ടാക്കുന്ന തിരക്കിൽ അവിടെ വലിയച്ഛന്മാരും പാപ്പന്മാരും ഏട്ടന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വെറുതെ തേരാപ്പര നടക്കുക, കുറേ റെസ്റ്റ് എടുക്കുക, കുറേ ഫോണിൽ തോണ്ടുക. ഇതന്നെ എന്താ ഞങ്ങളെ പണി. അപ്പോൾ എല്ലാവരും താഴെ വൻ പണിയിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം ഓരന്നെയാണ് പാപ്പന്മാർ ഏട്ടന്മാർ വല്യച്ഛന് എല്ലാവരും കൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്തെങ്കിലും അരയ്ക്കാനുണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പപ്പടം പൊരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ പായസം ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ചോറായിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, ആക്കെ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഇവിടുത്തെ അച്ചമ്മയ്ക്ക് ചിക്കനൊന്നും പറ്റൂല. അപ്പോൾ ഞങ്ങൾ സാധാ ചോറും സാമ്പാറും പിന്നെ മീൻ പൊരിച്ചത് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതൊക്കെ ഒരു മേമമാർ വല്യമ്മ ഓരെല്ലാവരും നോക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ലാവിഷായി ഇങ്ങനെ നടക്കുക, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, അവിടെ പോയി കിടക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് നേരം നടക്കുന്നു, പായസം കുടിക്കുന്നു, പായസം കുടിച്ചാൽ റെസ്റ്റ് എടുക്കുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മോൾക്ക് കയറുക കേട്ടോ. ഞാൻ അതിൻ്റെ മോൾക്ക് ഇതുവരെ വന്നിട്ടില്ല. പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ മോൾക്ക് കയറി വന്നില്ല, താഴെ വർത്തനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക. അപ്പം ഇങ്ങനെ കയറിയതാണ്. നല്ല മാങ്ങ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് സുഖമാണ് മാങ്ങ പറിക്കാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു പറിച്ചത്. അവിടെ വല്യച്ഛൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയാൽ സുഖമായിട്ട് പറിക്കാൻ പറ്റും. അപ്പോൾ അത്രയും താഴെ മാങ്ങ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതിലൊക്കെ ഫുൾ കോമാങ്ങയാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഫുൾ പച്ചയാണ്, പഴുക്കാനായിട്ടില്ല, ചെനച്ച് വരുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തും റെഡി ആയിട്ടോ, റൈസ് മാത്രമല്ല കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത്, ഇന്ന് പൊന്നിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനേ. കളക്കല്ലേ ഹായ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കാനുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ളൊരു ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഓർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയും വേണം കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് അപ്പോൾ പോവുകയും വേണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കിടന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്ത്, അച്ഛന് ഷർട്ട് പീസാണ്, അച്ഛന് സ്റ്റിച്ച് ചെയ്തിടലാണ് പൊതുവേ, റെഡിമെയ്ഡ് എടുക്കാറില്ല കേട്ടോ. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ഞാൻ തന്നെ പറ്റിച്ചതാ. ഇത് പാറൂല. ഇവിടെ വാ, ഇട്ടോക്കിയാ
ആ ഉടുപ്പ് പോരെ പിന്നെത്താ നിങ്ങൾ എന്താ വിട്ട് നിങ്ങൾ കുത്തിരിക്കണ് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാഗി പാന്റ് കളിക്കാൻ വിടൂല ആ കുപ്പായ ഊര് അത് ഞാൻ ഊരില്ല അങ്ങനെ കുപ്പായ നേരെ നിക്ക് ഇഷ്ടപ്പെട്ടോ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ എന്നാ താങ്ക് യു പറയ് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നാ താങ്ക് യു പറയ് താങ്ക് യു പറയേ ഇങ്ങോട്ട് തിരി സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഉടുപ്പാണിത് ഞാൻ ഇതിന്റെ ചെറുതിന് അതിനൊന്ന് തെരഞ്ഞിട്ട് അവിടെ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഓക്ക് ഇതെടുത്തത് അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ എടുക്കല്ലെങ്കിലോ ഇഷ്ടപ്പെട്ടില്ല എന്നാ ഊരിക്കൊണ്ട ഞാനേ വേറെ കുട്ടികൾക്ക് ഞാൻ അത് വേറെ കുട്ടികൾക്ക് കൊടുത്തോളാ ഊരി തന്നാളാ നിങ്ങൾ ആ റെയിൻ കോട്ട് എടുത്താണ് നോക്ക് ആ മഞ്ഞ കളറിലുള്ള റെയിൻ കോട്ട് ഇല്ലേ ഇതിന് ഈ കോട്ട് അതിന് ചേരൂല ഇഷ്ടപ്പെട്ടോ താങ്ക് യു പറയ് ഒരു ഉമ്മണ്ടാ ചിടിച്ചിരിന്റെ ടൈപ്പില്ലേ അച്ഛൻ ഫുൾ ആഘോഷത്തിലാണ് ആ പച്ച കളറില് വാങ്ങുന്നത് ഭയങ്കര പുകയാണ് എല്ലാരും ഞങ്ങള് കുറച്ച് പൂത്തിരെ കത്തിക്കണം കേട്ടോ എല്ലാരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം വരാം നമുക്ക് നൈനോ ഏ 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 ഏട്ടാ ഒരു ഹായ് കൊടുത്തോളേ നാളെ വൈറലാവാനുള്ള മനുഷ്യനാങ്ങള് ആ ഗ്രീഷ്മന്റെ ചേച്ചീന്റെ ഹസ്ബൻഡ് അല്ലേ ഇത് അറിയും എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും 4 ആൾക്കാരിലൊക്കെ തന്നെ തുടങ്ങണത് ഫുൾ ടീം ഇവിടെ എത്തിയുണ്ട് ഗൈസ്. അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ പിറ്റേന്ന് നാട്ടിൽ പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഭയങ്കര എല്ലാവരും വന്ന് എല്ലാ മക്കൾസ് എല്ലാവരും വന്ന് ഡാൻസൊക്കെ ആയിരുന്നു. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ വിഷു. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വിഷു ആഘോഷം ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.